2026 ഏപ്രിൽ 7 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ ഭൂട്ടാനിന് നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? പുനത് സംഗ്ചു 2. എന്താണ് പേര്? പുനത് സംഗ്ചു 2. ഇന്ത്യയുടെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ ഭൂട്ടാനിന് നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി എന്താണ്? പുനത് സംഗ്ചു 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ കമല കലെ 2 ജലവൈദ്യുത പദ്ധതികൾ ഏതു സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ കമല കലെ 2 ജലവൈദ്യുത പദ്ധതി ഏതു സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. 2026 വൺ ഹെൽത്ത് സമ്മിറ്റ് വേദി ലിയോൺ, ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ 2026 വൺ ഹെൽത്ത് സമ്മിറ്റിൻ്റെ വേദി ലിയോൺ, ഫ്രാൻസ്. അടുത്തത്. ആർടെമിസ് 2 സംഘം ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് നൽകിയ പേര്. അവർ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് നൽകിയ പേര് എന്താണ്? ഇൻറ്റഗ്രിറ്റി കരോൾ. ആർടെമിസ് 2 സംഘം ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് നൽകിയ പേര് ഇൻറ്റഗ്രിറ്റി കരോൾ. അടുത്തത്. ആർടെമിസ് 2 യാത്ര തിരിച്ചത് തീയതി, വർഷം. 2026 ഏപ്രിൽ 1. 2026 ഏപ്രിൽ 1 ആർടെമിസ് 2 യാത്ര ആരംഭിച്ചത് അല്ലെങ്കിൽ യാത്ര തിരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഊർജ പ്രതിസന്ധി മൂലം 15 ദിവസത്തെ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? മഡഗാസ്കർ. മഡഗാസ്കറിലാണ് ഊർജ പ്രതിസന്ധി മൂലം 15 ദിവസത്തെ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എവിടെയാണ്? മഡഗാസ്കർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി നിലവിൽ വരുന്നത്? ലഖൻപൂർ എവിടെയാണ്? ലഖൻപൂർ, ജാർസുഗുഡ ജില്ല, ഒഡീഷ. അപ്പോൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി നിലവിൽ വരുന്നത് ഒഡീഷയിലെ ജില്ല ഏതാണ്? ജാർസുഗുഡ ജില്ല. ജാർസുഗുഡ ജില്ല, ലഖൻപൂർ. ഇനി കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ഏതാണ്? പുതിയ വകഭേദം സിക്കാഡ. സിക്കാഡയാണ് കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം. അടുത്ത ക്വസ്റ്റ്യൻ. 2026 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ AI മോഡൽ ഏതാണ്? മ്യൂസ് സ്പാർക്ക് എന്നാണ്. MUSESPARK. അപ്പോൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. 2026 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ AI മോഡൽ ഏതാണ്? മ്യൂസ് സ്പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ടെസ്ല, സ്പേസ് എക്സ് എന്നീ കമ്പനികൾക്കായി സ്വന്തമായി AI ചിപ്പുകൾ നിർമ്മിക്കാനുള്ള ഇലോൺ മസ്ക് പദ്ധതി ഏതാണ്? ടെറാഫാബ് ആണ്. അപ്പോൾ ടെസ്ല, സ്പേസ് എക്സ് എന്നീ കമ്പനികൾക്കായി സ്വന്തമായി AI ചിപ്പുകൾ നിർമ്മിക്കാനുള്ള ഇലോൺ മസ്ക് പദ്ധതി എന്താണ്? ടെറാഫാബ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറണ്ട് അഫെയർസ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. നന്ദി.